ആത്മജ്ഞാനബോധം കൺകളിൽ നവരത്നശോഭതൻ മുഖപ്രസാദം പരമാനന്ദഭാവം നയനയുക്തം ദിവ്യപൂർണപ്രഭാമയ സത്കടാക്ഷം അഷ്ടാധിപത്യ പ്രസരണപ്രകാശം നിത്യചൈതന്യ നിരാകാരസ്വരൂപം ഒക്കെയുമായെൻ്റെ മനസ്സിൽ തെളിയുന്ന പ്രജാപിത ബ്രഹ്മ നമോ നമഃ. പ്രജാപിത ബ്രഹ്മ നമോ നമഃ. കോപം അത് ജീവിത ദുരിതം. കോപം കോപം അത് ജീവിത ദുരിതം. മുൻകോപത്തിനടിമയായി ജീവിക്കുന്നോരേ, മാറൂ നിങ്ങൾ, വേഗം മാറി വന്നിടൂ. കോപം കോപം അത് ജീവിത ദുരിതം. കോപം കോപം അത് ജീവിത ദുരിതം. ഇക്കഥ കാണൂ നിങ്ങൾ, ഒന്നു ചിന്തിക്കൂ. ഇക്കഥ കാണൂ നിങ്ങൾ, ഒന്നു ചിന്തിക്കൂ. ഇക്കഥയത് വെറും ഒരു കഥയല്ല. കോപം കോപം അത് ജീവിത ദുരിതം. നിന്നെ നീ അറിഞ്ഞു മണ്ണിൽ ജീവിച്ചാൽ ദുരിതങ്ങൾ നിന്നിൽ നിന്നോടിപ്പോയിടും. കോപം കോപം അത് ജീവിത ദുരിതം. മുൻകോപത്തിനടിമയായി ജീവിക്കുന്നോരേ, മാറൂ നിങ്ങൾ, വേഗം മാറി വന്നിടൂ. ശാന്തമായ ജീവിതത്തിൻ അളന്നു വയ്ക്കാൻ, ശാന്തമായ ജീവിതത്തിൻ അളന്നു വയ്ക്കാൻ കാശുകൊണ്ടതു കഴിയുകയില്ലെന്നോർത്തോളൂ. കോപം കോപം അത് ജീവിത ദുരിതം. വിശ്വപരിവർത്തനത്തിനാധാരം വ്യക്തിയുടെ മൂല്യമാണെന്നറിയണം. സ്നേഹം സ്നേഹം അത് ജീവിതധർമ്മം. സ്നേഹം സ്നേഹം അത് ജീവിതധർമ്മം. സ്നേഹം സ്നേഹം അത് ജീവിതധർമ്മം.
അച്ചു നിക്ക്. ഇന്നലത്തെ പോലെ ഇന്ന് ലേറ്റ് ആവണ്ട. നീ ആ വണ്ടിയുടെ കീ കണ്ടോ? ആ ഷെൽഫിന്റെ അടിയിലും കണ്ടിട്ട്. എന്റെ ഈശ്വര, സമയമില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് വാടി. ഒന്ന് ശ്രദ്ധിക്കണ്ടേ അച്ചു? രമ്യ, ഓഫീസിന് സമയമായി. നീ കാപ്പി എടുത്ത് വെച്ചില്ലേ? ആ മേശപ്പുറത്തുണ്ട് ഏട്ടാ, ഒന്ന് എടുത്ത് കഴിക്കേ. സ്കൂളിൽ പോകാൻ സമയമായി മമ്മി. ഒരു മിനിറ്റ് അച്ചു, നിന്നേ. നിക്കടി, ബെൽറ്റ് കൂടെ ഇടട്ടെ. നിക്ക്. പെണ്ണിന്റെ ഒരു കാര്യം. എന്റെ ഈശ്വരാ. എന്തിനും ദേഷ്യം കാണിക്കാൻ മാത്രം അറിയാം. ഒരു മുടി കിടന്നു വെച്ച് ഇങ്ങനൊന്നും പെരുമാറേണ്ട കാര്യമില്ല. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോ ചിലപ്പോ അറിയാതൊരു മുടി ആഹാരത്തിൽ വീണുന്നൊക്കെ വരും. നീ അതിനെ ന്യായീകരിക്കുന്നു വേണ്ട. എന്റെ സ്വഭാവത്തിന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റൂ. എന്ത് കണ്ടാലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഏട്ടന്റെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നോ? കേറ്. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? സോറി സർ. എന്തു ചെയ്താലും ഒരു സോറി. ഇഡിയറ്റ്. ഇന്നും ലേറ്റായി. Good morning, sir. Good morning. ഗുഡ് മോർണിംഗ് സർ. Good morning. ഇതാ മേഡം. അയച്ചിരുന്നു. സാർ ഒന്ന് കൊടുക്കാം. Good morning. ഹലോ. ഒരു ദിവസം പോലും അയാൾ കൃത്യസമയത്തിന് വരില്ല. ആ രമേശനൊന്ന് വിളിക്ക. ശരി മേഡം. ശരി, ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. MD വിളിക്കുന്നു. ഇന്നും ലേറ്റാണ്.
തന്റെ പേരിൽ പരാതിയായിട്ട് മടുത്തു. ഇന്നലെ താൻ എന്തിനാ കാഷ്യറായിട്ട് വഴക്കുണ്ടാക്കിയത്? അല്ല, ഓഫീസിലാണെങ്കിൽ തനിക്ക് കൃത്യസമയത്ത് എത്താനും കഴിയുന്നില്ല. വാട്ട് ഈസ് ദിസ് മിസ്റ്റർ രമേശ്? ഐ ആം റിയലി ഫെഡ് ഓഫ് യു. Okay, you can go. മമ്മി, ഡാഡിയെ കണ്ടില്ലല്ലോ. പതിവ് പോലെ കുടിച്ച് നാടകം കാണിക്കാൻ മോളുടെ അച്ഛൻ ഇപ്പൊ വരും. ദേ വന്നിട്ടുണ്ട്. മോള് പോയി കിടന്നോ. അച്ഛന്റെ നാടകം കണ്ട് മോള് പഠിക്കണ്ട. ചെല്. ഇങ്ങനൊരു മനുഷ്യൻ. ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുക ഞാൻ. எங்க வண்டியை நிறுத்தணும் சட்டமில்லையே. Last season, Swin Cash and the Shock stumbled to a 9-23. എണീറ്റെന്നാ തോന്നുന്നേ. കുളിക്കാൻ കയറുന്നുണ്ട്. സിക്സ്. ഷർട്ട് പോലും തേച്ച് വെച്ചിട്ടില്ല.
നിനക്കിന്നെന്താ സ്കൂളിൽ പോണ്ടേ? ഇന്ന് ഫീസ് ഡേ ആണ് ഡാഡി, അതുകൊണ്ട് ഹോളിഡേയാ. പോയി തുറക്കട്ടെ. ക്രിക്കറ്റ്. മോളെ, മോള് പോയി വാതിൽ തുറന്ന് ആരാ നോക്ക്. ശരി ഡാഡി. മോളെ, എന്റെ ഒരു ടിവി. ഇത് മോൾക്ക് അപ്പൂപ്പന്റെ വക ഒരു കൊച്ചു സമ്മാനം. സബാഷ്, അമ്പടി മിടുക്കി. അപ്പൂപ്പന്റെ കൊച്ചുമോള് തന്നെ. നിങ്ങൾ എന്ത് ഈ പന്തം കണ്ട പെരിച്ചാഴി പോലെ നിൽക്കുന്നേ? ഡാഡിയും മമ്മിയും പെണക്കോ അപ്പൂപ്പ? എന്താ രമേശ, നിനക്കിന്ന് ഓഫീസിൽ പോണ്ടേ? എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ദേ കുട്ടികളെ പോലെ ടി വി കണ്ടോണ്ടിരിക്കല്ലേ ഇവളുടെ പണി. കുറച്ചൊന്ന് മനസ്സിലാക്കട്ടെ ഭാര്യയുടെ വില. രാവിലെ എഴുന്നേറ്റ് മാട് പോലെ പണിയെടുത്ത് കാപ്പിയും ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചാ കഴിച്ചോണ്ട് സമ്മാനമായി അടി തരുന്നതല്ലേ നിങ്ങളുടെ സ്വഭാവം? എടി, എനിക്ക് ഓഫീസിൽ ഇട്ടോണ്ട് പോകാൻ ഷർട്ട് പോലും നീ തേച്ചു വെച്ചിട്ടില്ല. ഇന്നലെ വരെ പിന്നെ തേച്ചു വെച്ചത് ആരാ? നിങ്ങൾ അതിതും പറഞ്ഞ് വെറുതെ കടിപിടി കൂടണ്ട. പഠിപ്പും വിവരമുള്ളവരല്ലേ നിങ്ങള്. ആഹാരത്തിലൊരു മുടി കിടന്നു പറഞ്ഞ് ഇന്നലെ എന്നെ തല്ലിട്ട് ഓഫീസിൽ പോയത്. ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് പോലും മുൻകോപ. എത്ര നാളെന്ന് പറഞ്ഞ ക്ഷമിക്ക, എനിക്ക് മതിയായി. അതേടി, നീ എന്റെ ഭാര്യ. ചിലപ്പോ ഞാൻ തല്ലും കൊല്ലും. അത് സഹിച്ച് എന്നോടൊപ്പം ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചാ മതി. അല്ലെങ്കിൽ ഇതേ അച്ഛൻ വന്നിരിക്കുന്നു, കൂടെ പൊയ്ക്കോ. മോനെ രമേശ, നിങ്ങൾ എന്താന്നാ കരുതിയേ? എന്ന് പറഞ്ഞ അടിയിടിയും കൊള്ളുന്ന ഉപകരണമാണെന്നോ? ഇങ്ങനൊരു മനുഷ്യന്റെ ഒപ്പം ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. എന്നാ പോയി മരിക്കടി. മക്കളെ, എന്താണിത്? കേട്ടില്ലേ അച്ഛ? എത്ര നാളെന്ന് വെച്ച ഞാനിത് സഹിക്കുന്നത്? മതിയായി. എനിക്കിനി ഇയാളോടൊപ്പം ജീവിക്കണ്ട. മോളെ, എന്തൊക്കെയാണ് അച്ഛനീ കാണുന്നത്? അച്ഛാ, ഇങ്ങനൊരാളുടെ ഒപ്പം ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാ. വാ മോളെ, ഇങ്ങനൊരു ബന്ധം ഇവിടെ അവസാനിക്കുന്നു. അച്ഛൻ വരുന്നുണ്ടോ? ഡൈവോഴ്സ് നോട്ടീസ് വരുമ്പോ അതും കൂടി അങ്ങ് സൈൻ ചെയ്തേര്. വീടല്ലേ? വീടറാ കാർത്തികേ. തുറക്കട്ടെ. എടാ 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 എന്നെ പിടിക്കണ്ട. എടാ ഞാൻ പൊക്കോളാടാ. എന്നെ പിടിക്കണ്ട. ഞാൻ പൊക്കോളാന്ന് പറഞ്ഞില്ലേ? ഞാൻ പൊക്കോളാം, നീ വാ. വാതിൽ തുറക്കട്ടെ. എടാ
കാർത്തികേ വീടറാ. അപ്പോഴേ പറഞ്ഞ അധികം കഴിക്കണ്ട. സാരമില്ലടാ കാർത്തിക്. എന്താടാ രമേശ് നീ ഇങ്ങനെ? ഞാൻ അവള് പോട്ടടാ. നീ കിടന്നുറങ്ങ, നാളെ സംസാരിക്കാം. ഹേയ് നീ ഇവിടെ ഇരിക്കേ. എനിക്ക് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് നാളെ സംസാരിക്കാടാ. എനിക്കിപ്പോ നീ മാത്രമേ ഉള്ളൂ. എല്ലാവരും എന്നെ വെറുക്കുന്നു. ഓഫീസിലാണെങ്കിൽ എനിക്കെതിരെ പരാതി മാത്രം. MD-യുടെ വക വേറെ. എന്റെ ജീവിതം എന്റെ ഭാര്യ പോയി, എല്ലാരും പോയി. എന്താടാ രമേശ് കുട്ടികളെ പോലെ? Good morning, sir. Good morning. Good morning, sir. Good morning. Good morning, sir. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ രമേശ് വന്നു കഴിഞ്ഞാൽ MD-ക്ക് കാണണമെന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് മാഡം. ആ ഗുഡ് മോർണിംഗ്. ഇരിക്കണം മിസ്റ്റർ രമേശ്. മിസ്റ്റർ രമേശ്, ഇത് താങ്കളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഹെഡ് ഓഫീസിൽ നിന്നുള്ള ലെറ്ററാണ്. താങ്കളുടെ സേവനം കമ്പനിക്ക് മതിയായിരിക്കുന്നു. മിസ്റ്റർ രമേശ്, നിങ്ങൾ കുറച്ചുകൂടി മാന്യതയായിട്ട് പെരുമാറണം. എന്നെ മാന്യത പഠിപ്പിക്കാൻ നീ ആരടി? ഞാനും കുറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഈ കമ്പനി. ഇറങ്ങി പോണം മിസ്റ്റർ. ഇല്ലാത്ത കാരണം പറഞ്ഞ് എന്നെ പുറത്താക്കാൻ നോക്കിയാൽ ഒന്നിനെയും വെച്ചേക്കില്ല ഞാൻ. ഇയാളെ പിടിച്ച് പുറത്താക്കണോ? പുറത്താക്കാൻ നോക്കിയാലുണ്ടല്ലോ വെച്ചേക്കില്ല ഞാൻ. മാതാപിതാ ഗുരുദൈവം. മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം, ഗുരുവിനെ അറിയണം, അറിവിലൂടെ വളരണം,
ദൈവത്തിൽ വിശ്വസിക്കണം. സത്യമായ ദൈവത്തെ അറിയണം. ശാന്തിയും സ്നേഹവും കുടുംബത്തിന്റെ പ്രകാശമാകുന്നു. വ്യക്തി പരിവർത്തനത്തിലൂടെ മാത്രമേ വിശ്വപരിവർത്തനം സാധ്യമാകൂ. അതിന് ഓരോ വ്യക്തിയും മൂല്യങ്ങൾ നിറഞ്ഞ ജീവിത സംസ്കാരം വളർത്തേണ്ടതാണ്. അച്ഛനും അമ്മയും കുടുംബത്തിന്റെ പ്രകാശമാണ്. മമ്മി, നമ്മുടെ ഡാഡിന് വരില്ലേ മമ്മി? നിന്റെ ഒരു ഡാഡി എന്ത് പറഞ്ഞാലും ഡാഡി ഡാഡി ഡാഡി. മിണ്ടാതിരുന്ന് പഠിക്കണി. തരൂ. ആ കാർത്തിക്, പരിചയക്കാരനാ? ഡോക്ടർക്ക് മനസ്സിലായില്ലേ, ഇത് നമ്മുടെ രമേശാണ്. ഓ രമേശ്. കാർത്തിക് വരൂ. രമേശിനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. കാലത്തിന്റെ മാറ്റം.
ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവനെ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാർത്തിക് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ രമേശിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കൊച്ചുനാളിലെ കുടുംബ സാഹചര്യങ്ങളിൽ നിന്നാണ് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ എത്തപ്പെടുന്നത്. കുട്ടികളുടെ രക്ഷകർത്താക്കൾ കാണിക്കുന്ന പെരുമാറ്റം അവരുടെ ജീവിതത്തെ ബാധിക്കും. കുട്ടികളുടെ ചെറിയ അബദ്ധങ്ങൾക്ക് രക്ഷകർത്താക്കൾ പലപ്പോഴും കഠിനമായ ശിക്ഷാരീതികളോ വാക്പ്രയോഗങ്ങളോ നടത്തിയെന്ന് വരാം. അങ്ങനെ രൂപപ്പെടുന്ന മാനസിക അസ്വസ്ഥത പിൽക്കാലത്ത് അവനിൽ കോപമായും ഭയമായും പിന്നെ നെഗറ്റീവ് ചിന്താഗതികളിലേക്കും അവനെ തള്ളിവിടുന്നതിന് കാരണമായേക്കാം. കാർത്തിക്, അകത്തേക്ക് വരൂ. അത് രമേശിന്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ലല്ലോ അല്ലേ? ഭാഗ്യവശാൽ നിസ്സാരമായ ചില പരിക്കുകൾ മാത്രമേയുള്ളൂ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് സാധാരണ ഇതിലും വലിയ അപകടങ്ങളാണ് വരുന്നത്. ബട്ട് ഹീസ് ലക്കി. പേടിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ചോളാം. അവനൊന്ന് നന്നായി ജീവിക്കുന്നത് കാണാൻ വളരെയേറെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. കാർത്തിക്കിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവും. താങ്ക് യു ഡോക്ടർ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ഹലോ. ഹലോ, രമ്യല്ലേ? ഞാൻ കാർത്തിക്കാണ്. ഇന്നലെ നമ്മുടെ രമേശിന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. പേടിക്കാനൊന്നുമില്ല. ശാന്തി ഹോസ്പിറ്റലാണ്. രമ്യ ഒന്ന് ഇതുവരെ വരണം. കുടുംബമാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. എനിക്കറിയാവുന്ന രമേശ് നല്ലവനാണ്. എന്തായാലും രമ്യ മോളെ കൊണ്ട് ഹോസ്പിറ്റൽ വരെ വരണം. ദയവ് ചെയ്ത് അയാളുടെ കാര്യം പറഞ്ഞ് കാർത്തിക്കിന് ഇങ്ങോട്ട് ഫോൺ ചെയ്യണ്ട. രമ്യ പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്നത്. ആർക്കാ ആക്സിഡന്റ് ആയത്? ഫോൺ ചെയ്ത് രമേശനാണോ? അല്ല, പിന്നെ കാർത്തിക്കാണ് ഫോൺ ചെയ്തത്. അയാൾക്ക് ആക്സിഡന്റ് ആയിന്ന്. ആർക്ക്? രമേശനാണോ? നീ ഇത്രമാത്രം ഹൃദയശൂന്യാവുമെന്ന് ഞാൻ കരുതിയില്ല മോളെ. നിങ്ങൾ പുതിയ തലമുറക്കാർ. ഈ പഴഞ്ഞൻ തലമുറക്കാരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു വിലയുമില്ലെന്നറിയാം. എങ്കിലും അച്ഛൻ പറയാ, നിങ്ങളെയൊക്കെ ഇങ്ങനെ ആക്കി തീർക്കുന്നതിന് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്വയം ജീവിതം നശിപ്പിക്കുന്നതിനേക്കാൾ എന്റെ മോള് രമേശൻ പറഞ്ഞ പോലെ ചെയ്യുന്നതാ നല്ലത്. രമേശ്, എഴുന്നേൽക്കൂ. ഗുളിക കഴിക്കൂ. എനിക്ക് വേണ്ട. ഡോക്ടർ വഴക്കു പറയും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നേ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അയ്യോ, രമേശ്, എന്താ ഇത്? ആരുടെ ഈ ദേഷ്യം? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്?
സ്വയം ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി? ഇപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ആയതിനെ കുറിച്ച് എനിക്ക് മനസ്സിലായത്. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നുവെന്ന്. എന്തിനും ചിന്തിക്കാതെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്ന നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതമാണ്. രമേശ്, ഞാൻ ഡോക്ടറായിട്ട് സംസാരിക്കല്ല. നിന്നെപ്പോലെ സമൂഹത്തിൽ സ്വയം ജീവിതം നശിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ ഒരുവനായ നീയെങ്കിലും സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ അതിനു വേണ്ടിയാണ് സംസാരിക്കുന്നത്. മനസ്സിലായോ? രമേശിന് മാറാൻ കഴിയും. പെട്ടെന്നുള്ള മുൻകോപം ഒന്ന് ശ്രമിച്ചാൽ ധ്യാനത്തിലൂടെ മനസ്സിനെ നിയന്ത്രിച്ച് മാറ്റാവുന്നതേയുള്ളൂ. ഇനിയെങ്കിലും സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്ക. റിലാക്സ് രമേശ്. ശാന്തമായ ജീവിതം എൻ സ്വപ്നമാകുമോ? ശാപമായ ഓരോ രാവും മൂകമായി തീരുമ്പോഴും ആഴമായ നൊമ്പരമൻ മനസ്സിൽ മായുമോ? ഇരുളായൊരു ജീവിത ചക്രം, ഇണപിരിയും ശാപയാത്ര, കനൽ മുള്ളുകൊണ്ടെന്നുള്ളിൽ ഇളം നെഞ്ചു നോവുന്നല്ലോ. കഥനത്തിൻ കഥയും ഞാനും ഏകനായി മാറുന്നല്ലോ. ഏകനായി ഏകനായി ഏകനായി. ശാന്തമായ ജീവിതം എൻ സ്വപ്നമാകുമോ? ദുരിതത്തിൻ സായാഹ്നത്തിൽ വെളിച്ചമെൻ മുന്നിലെത്തി. സ്നേഹമായ വാക്കുകളൻ ഹൃദയത്തിൻ സാന്ത്വനമായി. ദുരിതത്തിൻ സായാഹ്നത്തിൽ വെളിച്ചമെൻ മുന്നിലെത്തി. സ്നേഹമായ വാക്കുകളൻ ഹൃദയത്തിൻ സാന്ത്വനമായി. എന്നിലെ
എന്നെ മറന്നതായി അറിഞ്ഞു ഞാൻ. നിമിഷങ്ങൾ നിമിഷങ്ങൾ പുതുരാവിൻ സ്വപ്നങ്ങളായി. രാജയോഗജ്ഞാനം പരമാത്മാനന്ദപ്രകാശിതം. രാജയോഗജ്ഞാനം സർവസർവാത്മഭൂഷണം. രാജയോഗജ്ഞാനം സമസ്ത ദുരിതമുക്തിതം. രാജയോഗജ്ഞാനം സർവഗുണാർത്ഥസാധകം. രാജയോഗജ്ഞാനം സർവാനന്ദസമ്പൂർണം. ഓം ശാന്തി ശാന്തി ശാന്തി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഞാനിപ്പോ ഒരുപാട് മാറി കാർത്തിക്. ഒരു പുതിയ മാറ്റം എന്നിലുണ്ടായതുപോലെ. സത്യത്തിൽ ഇപ്പോഴാണ് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നത്. നിന്റെ ഈ മാറ്റം വളരെ നന്നാണ്. എന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചതുപോലെ. എന്റെ മുൻകോപം കാരണം എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ഇങ്ങനൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ മതമിളകി ജീവിക്കുകയായിരുന്നു ഞാൻ. എല്ലാം നഷ്ടപ്പെട്ട ഒരു ഭ്രാന്തനെ പോലെ തെരുവിൽ അലയേണ്ടി വന്ന നിമിഷങ്ങൾ. മനഃശാന്തിയോടെയുള്ള ജീവിതമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതിന് ഇത്രയും ആഴമുണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ശാന്തിയുടെയും സ്നേഹത്തിന്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്ന ആ വിദ്യാലയത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി. ആ സത്യം എന്നെ ഞാനാക്കുന്നു കാർത്തിക്. സന്തോഷമായടാ. ഇനി നീയും രമ്യയും അച്ചുമോളും പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം. എന്റെ മനസ്സ് പറയുന്നു അവള് വരും. എന്റെ ഈ മാറ്റം അറിയുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അവളായിരിക്കും. എന്റെ രമ്യ, നീ അവളെ ഒന്ന് പോയി കാണണം. അതിന് നീ വിഷമിക്കണ്ട. ഡോക്ടറെയും കൂട്ടി നമുക്ക് രമ്യയുടെ വീട്ടിലേക്ക് പോവാം. നിന്റെ ഈ മാറ്റം ഡോക്ടറിൽ നിന്ന് അവൾ അറിഞ്ഞാൽ അവൾ നിന്നെ തീർച്ചയായും മനസ്സിലാക്കും. എന്ന് ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിക്കാം. എല്ലാം ശരിയാവും രമേശ്. ഞാൻ മാറിയതുപോലെ മാറേണ്ട എത്രയോ ജനങ്ങൾക്ക് എന്റെ ജീവിതം തന്നെ ഒരു പാഠമായിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ കഴിയുന്ന ഒരു കാലം തീർച്ചയായും വരും രമേശ്. അതായിരിക്കും സത്യയുഗം. എനിക്കറിയാമായിരുന്നു രമേശിന് ഇങ്ങനെയൊരു ദിവസം ഉണ്ടാവുമെന്ന്. മാറാനും മാറ്റിയെടുക്കാനും കഴിയാത്തതായി യാതൊന്നുമില്ല. പിന്നെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി പെരുമാറാൻ രമേശിന് കഴിഞ്ഞു. അതുപോലെ രമ്യയ്ക്കും കഴിയും. എത്ര തന്നെ നന്ദി പറഞ്ഞാലും തീരാത്ത കടപ്പാട് എനിക്ക് ഡോക്ടറോടുണ്ട്.
രമേശിന്റെ മാറ്റങ്ങൾക്കൊരു നിമിത്തമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. രമേശിന്റെ ആഗ്രഹം പോലെ രമ്യയെ കാണാൻ ഞാനും വരാം. ആ മോളെ, ആ ഗേറ്റ് ഒന്ന് തുറന്നേ. ചെല്ല്. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? ഡോക്ടറല്ലേ? ആ അതെ. പിന്നെ കുട്ടി, തെറ്റ് ചെയ്യാത്തവരായി ലോകത്തിൽ ആരുമില്ല. തെറ്റ് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും തിരിച്ചു വരുന്നവരെ അംഗീകരിക്കുന്നതാണ് മനുഷ്യത്വം. ഒന്നും മനഃപൂർവ്വമല്ല, എല്ലാം വിധിയാണെന്ന് സമാധാനിക്കാൻ ഞാൻ. എന്തിനു വിധിയെ പഴിചാരണം? ഞാൻ വന്നത് നിന്റെ ഈ ദുർവാശി കാരണം ഈ കുട്ടിയുടെ ഭാവി നശിപ്പിക്കരുതെന്ന് പറയാനാ. നീ പണ്ട് കണ്ട രമേശ് അല്ലേ ഇന്ന്. നീ ആഗ്രഹിച്ച പോലെ ഈശ്വരൻ അയാളെ മാറ്റിയിരിക്കുന്നു. ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. ഒരു പെണ്ണിനെ പെണ്ണിന്റെ മനസ്സ് മനസ്സിലാവൂ. നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാൻ രമേശ് വന്നിട്ടുണ്ട്. നിങ്ങൾ സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാ വെരി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. സന്തോഷായി. വിശ്വപരിവർത്തനത്തിനാധാരം വ്യക്തിയുടെ മൂല്യമാണെന്നറിയണം. സ്നേഹം സ്നേഹം അത് ജീവിതധർമ്മം. 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 സ്നേഹം സ്നേഹം